58-ാമത്തെ സങ്കീർത്തനമാണ്, 11-ാമത്തെ വചനമാണ്. നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും. നീതിമാനുള്ള പ്രതിഫലം എന്താണ് ശരിക്കും? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നീതിയോടുകൂടി ജീവിക്കുന്ന നമുക്കുള്ള പ്രതിഫലം മറ്റുള്ളവർ നമ്മൾ നീതിമാന്മാരാണ് എന്ന അംഗീകാരം തരുന്നതാണ്. അല്ല, നീതിമാന് ഉള്ള പ്രതിഫലം ഏത് പ്രതിസന്ധിയുടെ സമയത്തും അവൻ്റെ നീതിബോധത്തിൽ അവന് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അവൻ ഏറ്റവും നല്ലതാണ് എന്നും ഏറ്റവും സത്യം ഇതാണ് എന്നും അവൻ വിശ്വസിക്കുന്ന കാര്യത്തിൽ അവൻ്റെ ജീവിതാവസാനം വരെ അവന് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴും അവൻ വിശ്വസിക്കുന്ന സത്യത്തിൽ നിന്ന് പിന്മാറാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവർ നമ്മളെ അംഗീകരിച്ചാലും അവാർഡ് തന്നാലും മാത്രമേ നമുക്ക് അത് ഒരു പ്രതിഫലമായിട്ട് വരുള്ളൂ എന്ന് ചിന്തിക്കരുത്. അങ്ങനെയല്ല. നമ്മുടെ പ്രതിഫലം നമ്മളുടെ ബോധ്യങ്ങളിൽ, നമ്മുടെ സത്യസന്ധതയിൽ, നമ്മുടെ നീതിബോധത്തിൽ ജീവിത അവസാനം വരെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. തിരിച്ചറിയാൻ പറ്റട്ടെ കേട്ടാ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.